അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. ഹിബത്താണ് നമ്മുടെ പാഠം. സംഭാവന. സംഭാവനക്ക് നമ്മൾ 3 പദങ്ങളാണ് പറയുന്നത്. ഒന്ന് ഹിബത്ത്, മറ്റൊന്ന് സ്വതക്ക, മറ്റൊന്ന് ഹദിയ. ഹദിയ എന്താ നമുക്കറിയാം, സമ്മാനം കൊടുക്കുക. സ്വതക്ക അറിയാം, അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് ആഖിറത്ത് കൂലി കിട്ടാൻ വേണ്ടി കൊടുക്കുന്നതിനാണ് സ്വതക്ക എന്ന് പറയാം. ഇത് രണ്ടും അല്ലാത്ത രീതിയിൽ കൊടുക്കുന്നതാണ് ഹിബത്ത്. ഒരായിസ്തറത്തുൽ ഈജാബു അൽ കബൂൽ ഖത്അൻ ബി സദഖത്ത്. സദഖ ചെയ്യുമ്പോൾ ഈജാബും കബൂലും ഒന്നും വേണം. നമ്മളിപ്പോൾ സാധുക്കളായ ആൾക്കാർ നമ്മളെ വീട്ടിൽ വരുമ്പോൾ ആഖിറത്ത് നിന്ന് കൂലി കിട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതിന് ഈജാബും കബൂലൊന്നും ഉണ്ടാവാറില്ലല്ലോ. പാവങ്ങൾക്ക് കൊടുക്കുന്നു. ഇനി പാവങ്ങൾക്ക് കൊടുക്കുമ്പോൾ കൂലി കിട്ടണമെന്ന് ആഗ്രഹിക്കേണ്ടതില്ല. മുതലാളിമാർക്ക് കൊടുക്കുമ്പോൾ തന്നെ കൂലി കിട്ടാൻ വേണ്ടി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പേരാണ് സ്വതക്ക. കൊടുക്കലും വാങ്ങലും മതി. അതേമാതിരി സമ്മാനങ്ങൾ കൊടുക്കുന്നിടത്ത് ചിലപ്പോൾ തിന്നാൻ പറ്റുന്ന സാധനം, തിന്നാൻ പറ്റാത്ത സാധനമൊക്കെ ഹദിയ കൊടുക്കും. ഉസ്താദുമാർക്ക് ചിലവർക്ക് നമ്മൾ കൊടുക്കുന്നത് ഹദിയായിരിക്കും, ചിലവർക്ക് കൊടുക്കുന്നത് സ്വതക്കയായിരിക്കും. ഇഷ്ടം ഉണ്ടാവുമ്പോൾ കൊടുക്കുമല്ലോ, പൈസ ഉണ്ടെങ്കിലും. ഇപ്പോൾ എല്ലാ തങ്ങന്മാരും അല്ല പറഞ്ഞത്. അവരോടൊക്കെ മഹബത്തും ഇഷ്ടവും കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഹദിയ കൊടുക്കുക. തഹാദവും തഹാബവും തന്നെ ഞാൻ ഹദീസ് പറഞ്ഞിരുന്നു. സമ്മാനങ്ങൾ നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ കരകളിൽ പരസ്പരം എന്ത് ചെയ്യും, സമ്മാനങ്ങൾ ഉണ്ടാക്കും. ഇപ്പോൾ ഒരു നല്ലൊരു പേന, നല്ലൊരു അത്രമൊക്കെ അവിടെ കൊടുക്കണേ. അവരുടെ ഇഷ്ടം പോലെ അത്ര ഉണ്ടാവും. അത് മഹബത്തും ഇഷ്ടവും വെളിപ്പെടുത്താനും അത് തിരിച്ചിങ്ങോട്ട് കിട്ടാനും വേണ്ടിയാണ് ഡ്രസ്സ് കൊടുക്കുന്നത്. എന്നാൽ പാവങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ആഖിറത്തിൽ കൂലി കിട്ടാൻ വേണ്ടി ചിലപ്പോൾ മുതലാളിമാർക്കും കൊടുക്കും. ചിലപ്പോൾ ഇതിൻ്റെ പേര് സ്വതക്ക എന്നാണ്. അപ്പോൾ ഇക്റാം, ബഹുമാനത്തിന് വേണ്ടി കൊടുക്കുന്നത് ഹദിയ. ഹദിയ നമ്മളിപ്പോൾ എടുത്തോളൂ സ്വീകരിച്ചു എന്നൊന്നും പറയാറില്ലല്ലോ. അത് കൊടുത്തയക്കും, അല്ലെങ്കിൽ നേരെ കൊടുക്കും, മറ്റേയാൾ ഖബദ് ചെയ്യും, അത്രയേ ഉള്ളൂ. ഏതായാലും എല്ലാം സുന്നത്താണ്. സ്വതക്കയാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ശ്രദ്ധിക്കൂ, വലാ യുശ്തറത്തുൽ ഈജാബു വൽ ഖബൂലു ഖത്അൻ ബി സ്വതഖത്തി. സ്വതക്കയിൽ ഈജാബും ഖബൂലും ഷർത്തില്ല. അപ്പോൾ ഈജാബും ഖബൂലോടുകൂടി നടക്കുന്ന സദക്കയാണെങ്കിൽ അതിൻ്റെ പേര് ഹിബത്ത് എന്നും പറയും. ചിലപ്പം ഒരേ സാധനം സദക്കയും ആകും ഹിബത്തും ആകും. ഇപ്പോൾ സ്വതക്കയായ സാധനം സീറയോടുകൂടി നടക്കുകയാണെങ്കിൽ അത് ഹിബത്ത് കൂടിയാണ്. കാരണം ഹിബത്തിൻ്റെ അവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഹിജാബും കബൂലും വേണമെന്ന്. അപ്പോൾ സ്വതക്കയല്ലാത്ത ഹിബത്തിനെ കുറിച്ചാണ് പറയുന്നത്. വഹിയ സ്വതക്ക എന്നാൽ മാ അഅതാഹു മുഹ്താജൻ, ഒരാവശ്യക്കാരന് കൊടുക്കുന്നതിനാണ് പറയുക. വൈലം യഖ്സിദ് സവാബ, ആഖിറത്തിൽ നിന്നുള്ള പ്രതിഫലം ഉദ്ദേശിച്ചില്ലെങ്കിൽ പോലും. ഖസദ എന്നാണ് ഉദ്ദേശിച്ചു. അല്ലെങ്കിൽ മുഹ്താജൻ ഔ ഗനിയൻ, മുതലാളിക്ക് കൊടുക്കുന്നു അജ്ലി സവാബിൽ ആഖിറത്തി, ആഖിറത്തിലെ കൂലി കിട്ടാൻ വേണ്ടി. ആഖിറത്തിൽ നിന്ന് കൂലി കിട്ടാൻ വേണ്ടി മുതലാളിക്കോ, അല്ലെങ്കിൽ കൂലി കിട്ടുക എന്നുള്ള ഉദ്ദേശമൊന്നും വേണ്ട, പാവപ്പെട്ടവൻ മുഹ്താജ് ഫക്കീർ ആവശ്യക്കാരന് കൊടുക്കുന്നതിന് സ്വതക്ക എന്ന് പറയും. അവിടെ എന്ത് മതി, ഈജാബ് ഷർത്തില്ല. ബല്ലിക്ക് ഫീഫി ഹല്യഹുദു, കൊടുക്കലും വാങ്ങലും മതിയാകും. ഇനി വലാഫിൽ ഹദിയത്തി കൊടുക്കാത്തഫ ഫിസ് സ്വതക്കത്തി നടക്കാത്തഫ്. അപ്പോൾ സ്വതക്കയിൽ ഈജാബും കബൂലും ഷർത്തില്ല, ഹദിയയിലും ഈജാബും കബൂലും ഷർത്തില്ല. വലോ ഗൈറ മൗകൂലിൻ, തിന്നാൻ പറ്റാത്ത സാധനമാണ് കൊടുക്കുന്നതെങ്കിലും, പേനെ അത്രയൊക്കെ. വഹിയ ഹദിയ എന്ന് പറഞ്ഞാൽ മാ ഒന്നാണ്, നഖലഹു അതിനെ നീക്കം ചെയ്യുന്നു, ഇലാ മക്കാനിൻ മൗഹൂബിലഹു കൊടുക്കപ്പെടുന്ന വ്യക്തിയുടെ സ്ഥലത്തേക്ക് നീക്കം ചെയ്യപ്പെടുന്നു, ഇക്രാമൻ ബഹുമാനിച്ചതിന് വേണ്ടി. നമ്മൾ അങ്ങോട്ട് കൊണ്ടു കൊടുക്കുക എന്നർത്ഥം. ഹദിയാർ ഇങ്ങോട്ട് വന്ന് വാങ്ങാറില്ലല്ലോ, സമ്മാനങ്ങൾ അങ്ങോട്ട് കൊടുക്കാറാണ്. അതിനാ നക്കൽ, അതിനെ നീക്കം ചെയ്യുന്നു. പാവങ്ങൾ എന്ത് ചെയ്യും, ഇങ്ങോട്ട് വന്ന് വാങ്ങും. അപ്പോൾ ഇങ്ങോട്ട് വന്ന് വാങ്ങുന്നതിന് ബഹുമാനം എന്ന് പറയില്ല, അത് സദക്കയാകുള്ളൂ. അങ്ങോട്ട് നക്കലഹു എത്തിച്ചു കൊടുക്കുന്നു, ഇക്രാമൻ ബഹുമാനിക്കാൻ വേണ്ടി. ഇക്രാം എന്നുള്ള മഫൂലുൽ ലഹു ആണ്, നക്കല എന്നുള്ളതിന് മഫൂലുൽ ലഹു ആണ്. ബൽ യക്ഫിയ, ഹദിയയിൽ മതിയാകും. അൽ ബഅസു മിൻ ഹാദാ, ഇയാൾ കൊടുത്തയക്കലും. ബൽ ഖബദു മിൻ ദാക, അയാൾ സ്വീകരിക്കലും മതിയാകും. ഓക്കെ. വകുല്ലുഹ, ലാം സുന്നത്താണ്, പുണ്യകരമാണ്. അഫ്ദലുഹ സ്വതക്ക, ഏറ്റവും ശ്രേഷ്ഠമായത് സ്വതക്കയാണ്. ഹദിയ കൊടുക്കൽ കൂലിയുള്ള കാര്യമാണ്, സ്വതക്ക കൊടുക്കൽ കൂലിയുള്ള കാര്യമാണ്. ആഖിറത്ത് കൂലി കിട്ടും.
ഇതൊക്കെ ഇഷ്ടമുണ്ടാക്കുന്നതും ആവശ്യങ്ങൾ പരിഹരിക്കുന്നതും ആഖിറത്തിൽ കൂലി കിട്ടുന്നതും അല്ലേ? ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ ഇഷ്ടം നേടുക എന്നുള്ളതും കൂലിയുള്ള കാര്യം തന്നെയല്ലേ? അപ്പോൾ അതും സുന്നത്ത് തന്നെയാണ്. ഇനിയൊരു കത്തയച്ചു. ആ കത്തിൻ്റെ കടലാസ് അതാരുതാ? അത് ആർക്കാണോ കത്ത് കിട്ടിയത് അയാളുടേതാണ്, അല്ല അത് എഴുതിയ ആളുതാണെന്നൊരു അഭിപ്രായമുണ്ട്. ശരി. അമ്മ കിതാബ് റിസാല, റിസാലയുടെ എഴുത്ത് കടലാസ്, മക്തൂബ് എന്നർത്ഥം, കത്ത് എഴുതിയ കടലാസ്, അല്ലതീലം തതുല്ല ഖരീനത്തുൻ അലാവുദിഹി, അത് തിരിച്ചു നൽകണമെന്ന് സൂചന അറിയിച്ചിട്ടില്ലാത്ത, ഒരടയാളം പറഞ്ഞിട്ടില്ലാത്ത, ഒരു തെളിവ് ലഭിച്ചിട്ടില്ല. തതുല്ല, അത് അറിയിക്കുന്നില്ല, ഖരീനത്തുൻ ഒരു തെളിവ് അറിയിക്കുന്നില്ല, അലാവുദിഹി തിരിച്ചു നൽകണമെന്ന്. അങ്ങനെയുള്ള എഴുത്തിൻ്റെ കടലാസ്. ഫഖദ് ഖാലൽ മുത്തവല്ലി, മഹാനായ ഇമാം മുത്തവല്ലി ഇമാം അതിനെക്കുറിച്ച് പറഞ്ഞു, ഇന്നഹു മിൽക്കുൽ മക്തൂബ് ഇലൈഹി, അത് ടൂവിനുള്ള മിൽക്കാണ്. ടു ഫ്രം അല്ലേ, മക്തൂബ് ഇലൈഹിക്കാണ് ടു എന്ന് പറയാം. ആരിലേക്കാണോ എഴുതപ്പെട്ട അയാളുടെ ഉടമസ്ഥതയിലാണ്. ഖാല ഗൈറുഹു, മറ്റുള്ള ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഹുവ ബാഖിൻ ബി മിൽക്കിൽ കാത്തിബി, എഴുതിയവൻ്റെ ഉടമസ്ഥതയിൽ നിലനിൽക്കുന്നതാണ്. അപ്പോഴോ വലിൽ മക്തൂബ് ഇലൈഹി ടു, ആർക്കാണ് എഴുതിയത് അയാൾക്ക് അൽ ഇന്തിഫാഉ ബിഹി, അതുകൊണ്ട് ഉപകരിക്കാം. അലാ സബീലിൽ ഇബാഹത്തി, അനുവദനീയമാണ് എന്ന രീതിയിൽ, അയാൾ അനുവദിച്ച് നൽകി എന്ന രീതിയിൽ ഉപകരിക്കാം. ചില സാധനം നമ്മൾ എന്ത് ചെയ്യും, ഇബാഹത്ത് അനുവദിച്ചു കൊടുക്കും, ഉടമയാക്കി കൊടുക്കില്ല. നമ്മളെ ഇപ്പം എൻ്റെ കാറ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് പല രീതിയിലാകാം. ഇജാറത്താവാം, ആരിയത്താകുമ്പോൾ അതിന് വാചകം വേണം, എനിക്ക് വായ്പ ഒന്നും സ്വീകരിച്ചു, അതൊന്നും അല്ലാതെ നീ ഓട്ടിപ്പോയിക്കോ എന്ന് പറഞ്ഞാൽ അതേതാണ്, അനുവദിക്കലാണ്, ഇബാഹത്ത് ഹലാലാക്കി തരലാണ്. ആ രീതിയിൽ എന്ത് ചെയ്യുക, കത്തയൊക്കെ വായിക്കാം എന്നതാണ്. തിരിച്ചു നൽകണമെന്ന് ഖരീനത്തുണ്ടെങ്കിലോ തിരിച്ചു കൊടുക്കേണ്ടി വരും. ഇനി നേരത്തെ മത്തിൽ പറഞ്ഞു തഅലീഖ് പാടില്ല. അപ്പോൾ ഹിബത്ത് തസ്സീഹുൽ ഹിബത്ത് ബിൽ ലഫ്ദിൽ മദ്കൂരി ബിലാ തഅലീഖിൻ, തഅലീഖ് ലഫ്ദോട് കൂടെയുള്ള ഹിബത്ത് സ്വഹിയാകും തഅലീഖ് ഇല്ലാതെ. ഫലാ തസ്സീഹു മാ തഅലീഖിൻ, മറ്റൊരു കാര്യത്തോട് ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഹിബത്ത് സ്വഹിഹല്ല. ഉദാഹരണം, ഇദാ ജാറു സുശഹിരി, ഒരു മാസത്തിൻ്റെ തല വന്നാൽ, തുടക്കം വന്നാൽ, ഫഖദ് വഹബ്തുക, ഞാൻ നിനക്ക് ദാനം നൽകി, ഔ അബ്റഅതുക, അല്ലെങ്കിൽ ഞാൻ നിന്നെ കടബാധ്യതയിൽ നിന്ന് ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞാൽ ശരിയല്ല. വലാ മാ തഖീത്തിൻ, സമയം നിശ്ചയിച്ചിട്ടും പറ്റൂല. സമയം നിശ്ചയിച്ചിട്ടാണെങ്കിൽ പറ്റും. ഉംറ റുഖ്ബ എന്ന് പറയുന്ന അറബികൾ നടത്തിയിരുന്ന ഒരു സമയം നിശ്ചയമാണെങ്കിൽ പറ്റും, അതല്ലാത്ത സമയം നിശ്ചയം പറ്റില്ല. ഏത് തഖീത്ത്, ഒരു മാസത്തേക്ക് ഞാൻ ഹിബത്ത് എന്ന് പറഞ്ഞാൽ പറ്റൂല. പറ്റുന്ന സമയ നിശ്ചയം ഏതാണെന്നറിയോ? ഉംറ റുഖ്ബ എന്ന് പറയുന്ന രണ്ട് രീതികളാണ്. അതെന്താ നമുക്ക് പറയാം. ഉംറ എന്ന് പറഞ്ഞാൽ ഉംറന്ന് പോകുന്നതാണ് വയസ്സ്. അപ്പം നീ ജീവിക്കുന്ന കാലത്തോളം ഞാൻ നിനക്ക് ഇത് സംഭാവനയായി നൽകി എന്ന് പറഞ്ഞാൽ സ്വഹിയാകും. ജീവിക്കുന്ന കാലത്തോളം, നീ മരിച്ചാൽ തന്നെ അനന്തരവാസികളാണെന്ന് പറയാനൊന്നും ആവശ്യമൊന്നുമില്ല. അതാണ് ഉംറ. അത് യഥാർത്ഥത്തിൽ ഹിബത്താണ്. ഇനി ഒരാൾ പറഞ്ഞു, ജീവിക്കണ കാലത്തോളം ഞാൻ നിനക്ക് ഇത് സംഭാവനയായി നൽകി, നീ മരിച്ചാൽ അത് എനിക്കാണെന്ന് പറഞ്ഞാലോ, എൻ്റെ അനന്തരവാസികൾക്കാണെന്ന് പറഞ്ഞാലോ അതൊന്നും കൂട്ടില്ല. അത് അയാൾക്ക് തന്നെ. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു 1000 റുപ്യ തന്നു, നിങ്ങൾ ജീവിക്കുന്ന കാലത്തോളം ഞാൻ നിങ്ങൾക്ക് നൽകി, നീ മരിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് തരണം, അല്ലെങ്കിൽ എൻ്റെ അനന്തരവാസികൾക്ക് തരണം എന്ന് പറഞ്ഞാലും ഹിബത്ത് സ്വഹിയാണ്. പക്ഷെ എനിക്ക് തിരിച്ചു കിട്ടൂല, അത് നിങ്ങൾക്ക് തന്നെയാണ്. അപ്പം ആയുസ്സിനോട് ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഹിബത്താണ് ഉംറ എന്ന് പറയുന്നത്, സ്വഹിയാണ്. അങ്ങനെ നടത്തി കഴിഞ്ഞാൽ അത് ആർക്കാണോ കൊടുത്തത് അയാളതാണ്, അത് തിരിച്ചിങ്ങോട്ട് വരില്ല. തിരിച്ചു വേണമെന്ന് പറഞ്ഞാലും ഇതാണ് ഉംറ എന്ന് പറഞ്ഞാൽ. ഇനി റുഖ്ബ എന്ന് പറയുന്ന ഒരു സാധനം കൂടെ ഉണ്ട്. അർക്കബത്തുക്ക എന്നതിന് പറയും, റുഖ്ബ എന്നാണ്. എൻ്റെ മുന്നിൽ ഞാൻ അതെനിക്ക് തന്നു,
ഞാൻ മരിക്കുന്നതിന് മുമ്പ് നീ മരിക്കുകയാണെങ്കിൽ അത് നിനക്കാണ്, നിനക്ക് മുമ്പ് ഞാൻ മരിക്കുകയാണെങ്കിലോ അത് നിനക്ക് തന്നെയാണ് എന്ന് പറയാം. ഇതാണ് റുഖ്ബ, കാത്തിരിപ്പ്. റഖീബ് എന്ന് പറഞ്ഞാൽ കാത്തിരിപ്പുകാരൻ എന്നല്ലേ, കാത്തിരിക്കുക. ഇപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലെ ഞാൻ നിങ്ങളോട് പറയാൻ നോട്ടിക്കോളൂ, ഞാൻ എന്തായിട്ടുണ്ട്, ഈ കിതാബ് ഞാൻ നിങ്ങൾക്ക് സംഭാവന നൽകി. ഏത് കണ്ടീഷനിൽ? നിങ്ങളെ മുമ്പ് ഞാൻ മരിക്കുകയാണെങ്കിൽ നിങ്ങളെന്നെ എടുത്തോളൂ, അല്ല എൻ്റെ മുമ്പ് നിങ്ങൾ മരിക്കുകയാണെങ്കിൽ അത് എനിക്കാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഹിബത്ത് സ്വഹിയാണ്. പക്ഷേ ആ നിബന്ധന ഇല്ല, അത് കാലാകാലത്തേക്ക് നിങ്ങൾക്ക് തന്നെയാണ്. അതാണ് തൗഖീത്ത്. വഖ്ത് പറഞ്ഞാണ്ട് പറ്റൂല, ഏതേ പറ്റുള്ളൂ, ഉംറയും റുഖ്ബയും പറ്റും. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇത് കുറേ ആളുകൾക്ക് തിരിയാത്തത് കൊണ്ടാണ്, അപ്പോൾ ഇത് ശരിക്കും മനസ്സിലാക്കിയാൽ മതി. ഫഇൻ അഖത്തൽ വാഹിബു, അപ്പോൾ ദാനം നൽകുന്നയാൾ സമയം നിശ്ചയിച്ചു, അൽ ഹിബത്ത, ഹിബത്തിന് സമയം നിശ്ചയിച്ചു, ബി ഉംറിൽ മുത്തഹിബി, ഹിബത്ത് സ്വീകരിക്കുന്നവൻ്റെ വയസ്സിനോട് ബന്ധിപ്പിച്ചുകൊണ്ട്, വയസ്സുകൊണ്ട് സമയം നിശ്ചയിച്ചാൽ, വഹബത്തുലക ഹാദാ ഉംറക, നിൻ്റെ ആയുസ്സിലേക്ക് ഞാൻ നിനക്ക് സംഭാവന നൽകി, ഔ മാ ഇഷ്ത, നീ ജീവിക്കുന്ന കാലത്തോളം എന്ന് പറഞ്ഞാൽ, ആഷ എന്ന് പറഞ്ഞാൽ ജീവിച്ചു എന്നാണ്. സ്വഹത്ത് സഹിയാകും. ഫൈലമെക്കുൽ, ഇനി ഇതും കൂടെ പറഞ്ഞില്ലെങ്കിലും സഹിയാകും. ഫൈദ മിത്ത ഫഹിയലി വറസത്തിക്ക, നീ മരിച്ചാലത് നിൻ്റെ അനന്തരവാസികൾക്കാണ് എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും അത് സഹിയാകും. വക്കദാ ഇൻ ശറത്ത ഔദഹ ഇലൽ വാഹിബി ഔ വാരിസിഹി ബഅദ മൗത്തിൽ മുത്തഹിബി, ഇനി മുത്തഹിബ് മരിച്ചതിന് ശേഷം ആ സാധനം ഹിബത്ത് നൽകിയ ആളിലേക്ക് മടങ്ങുമെന്ന് നിബന്ധന പറഞ്ഞാലും സഹിയാകും. വക്കദാ, അതുപോലെ തന്നെ ഇൻ ശറത്ത ഔദഹ, അത് തിരിച്ചു നൽകണമെന്ന് നിബന്ധന പറഞ്ഞാലും, ആർക്ക്? ഇലൽ വാഹിബി, സംഭാവന നൽകിയ ആൾക്കോ, ഔ വാരിസി, അല്ലെങ്കിൽ അനന്തരവാസികൾക്കോ, ബഅദ മൗത്തിൽ മുത്തഹിബി, ആർക്കാണോ സംഭാവന നൽകിയത് അയാളുടെ മരണത്തിന് ശേഷം എന്ന് നിബന്ധന വെച്ചാലും സഹിയാകും. പക്ഷേ ഫലാ തഊദു ഇലൈഹി വലാ ഇലാ വാരിസി, അങ്ങനെ നിബന്ധന വെച്ചാൽ പോലും അയാൾ മരിച്ചാൽ അത് വാഹിബിലേക്ക് മടങ്ങില്ല, അയാളുടെ അനന്തരാവാസികളിലേക്ക് മടങ്ങൂല. വാഹിബ് പറഞ്ഞാൽ ഹിബത്ത് നൽകിയ ആൾ, മുത്തഹിബ് എന്നാണ് ഹിബത്ത് സ്വീകരിക്കുന്ന ആൾ. ഇനി മൗഹൂബ് ഇലൈഹി എന്നും പറയാം മുത്തഹിബിന്. ശരി, വേലു ഷറത്തുൽ മദ്കൂറു, ഇവിടെയാണ് പോയിന്റ്. നേരത്തെ പറഞ്ഞ നിബന്ധനകളെല്ലാം ലഗായൽഹു, അസാധുവാകും. നമുക്ക് എഴുതി വെക്കണം പദങ്ങൾ കേട്ടോ. അപ്പോൾ ഫൈൻ അക്കത്തബി ഉംറിൽ വാഹിബി അവിൽ അജ്നബിയെ, അപ്പോൾ ഇനി ഹിബത്ത് നൽകപ്പെടുന്ന ആളുടെ ആയുസ്സിനോട് ബന്ധിപ്പിച്ച് പറയുന്നതിനാണ് ഉംറ റുഖ്ബ എന്ന് പറയാം. ഇനി ഇങ്ങനെയാണെങ്കിലോ, ഹിബത്ത് നൽകുന്ന ആളുടെ വയസ്സിനോട് ബന്ധിപ്പിച്ചിട്ടാണെങ്കിലോ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം എനിക്ക് നൽകി, അല്ലെങ്കിൽ പിന്നെ നമ്മളെ നാട്ടിലെ നിൻ്റെ വാപ്പ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഒരു അന്യൻ്റെ വയസ്സിനോട് ബന്ധിപ്പിച്ച് പറഞ്ഞാലോ അത് സ്വഹിയാവില്ല. ഫൈൻ അഖത്തബി ഉംറിൽ വാഹിബി, അപ്പോൾ സംഭാവന ദാനം നൽകിയ ആളുടെ വയസ്സിനോട് ബന്ധിപ്പിച്ചുകൊണ്ട് സമയം പറഞ്ഞാൽ, അവിൽ അജ്നബി, അല്ലെങ്കിൽ അന്യൻ്റെ വയസ്സിനോട്, കഅമർതു കഹാദ ഉംരി, എൻ്റെ ആയുസ്സുള്ള കാലത്തോളം ഞാൻ നിനക്ക് ഇത് സംഭാവനയായി നൽകി, ഔ ഉംറ ഫുലാനിൻ, അല്ലെങ്കിൽ ഇന്ന മുഹമ്മദ് സാഹിബിൻ്റെ ആയുസ്സുള്ള കാലത്തോളം, ജീവിക്കുന്ന കാലത്തോളം ഞാൻ നിനക്ക് നൽകി എന്നൊക്കെ പറഞ്ഞാൽ ലം തുസിഹ, സഹിയാവില്ല. പിന്നെ എങ്ങനെയാകുമ്പോഴേ സഹിയാവുള്ളൂ? ആർക്കാണോ നൽകുന്നത് അയാളുടെ ആയുസ്സിനോട് ബന്ധിപ്പിച്ചുകൊണ്ട് പറഞ്ഞാൽ അത് സഹിയാകും. അറബികൾ ഇസ്ലാമിന് മുമ്പ് നടന്നിരുന്ന 2 ഹിബത്തുകളാണത്. അത് ഇസ്ലാം ശരിവെച്ചു. വലൗഖാൽ ഗൈരിഹി, നിങ്ങളെൻ്റെ അടുപ്പക്കാരനാണ്, അപ്പം ഞാൻ നിങ്ങളോട് പറയാണ്, നിനക്ക് വേണ്ടിയത് എൻ്റെ സ്വത്ത് എടുത്തോ, എൻ്റെ അടുക്കളയിലുള്ളത് എന്താ അതൊക്കെ നീ കഴിച്ചോ എന്ന് പറഞ്ഞാൽ, അത് അടുപ്പിലുള്ളതും കുടുക്കയിലുള്ളത് മുഴുവനും നിനക്ക് ഏൽപ്പിച്ച് തരലാണെന്ന് തെറ്റിദ്ധരിക്കരുത്. കീസിലാക്കി പെരേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അത് ഇബാഹത്താണ്. ഭക്ഷണം കഴിക്കാം, വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല. വലു ഖലി ഖൈരിഹി, മറ്റൊരാളോട് പറഞ്ഞു, അന്ത ഫീഹില്ലിൻ, നിനക്ക് അനുവദനീയമാണ്, മിമ്മാ തഖുദു, നീ എടുക്കുന്നതെല്ലാം, ഔ തുഅതി, അല്ലെങ്കിൽ നീ കൊടുക്കുന്നതെല്ലാം, ഔ തഅകുലു, അല്ലെങ്കിൽ നീ തിന്നുന്നതെല്ലാം, മിൻ മാലി, എൻ്റെ സമ്പത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ, ഫലഹുൽ അക്കുലു ഫഖത്ത്, അവനെന്ത് ചെയ്യാൻ പറ്റുള്ളൂ? തിന്നാൻ മാത്രമേ പറ്റുള്ളൂ. അന്നഹു ഇബാഹത്തുൻ, കാരണം അത് ഇബാഹത്ത് അനുവദിച്ചു തരലാണ്. വഹിയ തസ്ഹിഹു ബി മജ്ഹൂലിൻ, അനുവദിച്ചു തരുമ്പം മജ്ഹൂൽ കൊണ്ട് സഹിയാകും. ലഖദി വല്യത്തായി, എടുക്കാനും കൊടുക്കാനൊന്നും പറ്റൂല.
എന്തേ പറ്റുള്ളൂ? ഭക്ഷണം കഴിക്കാൻ മാത്രമേ പറ്റുള്ളൂ. നിനക്കെൻ്റെ സ്വത്തുനിന്ന് എടുക്കുന്നതിലൊക്കെ നീ ഹലാലാണ്, കൊടുക്കുന്നതിലൊക്കെ നീ ഹലാലാണ്, തിന്നതിലൊക്കെ നീ ഹലാലാണെന്ന് പറഞ്ഞാൽ തിന്നൽ മാത്രം പറ്റും, കൊടുക്കലും എടുക്കലും പറ്റില്ല. എന്തുകൊണ്ട്? അത് എത്രയാണെന്ന് എന്നറിയില്ല, മജ്ഹൂലാണ്. മജ്ഹൂല് ഭക്ഷണം കൊടുക്കുന്നതോട് മാത്രമേ പറ്റുള്ളൂ. നിനക്ക് വേണ്ടിയത് തിന്നോന്നുള്ളടത്ത്, കൊടുക്കണോടത്തും എടുക്കണോടത്തും എത്ര എന്ന് കൃത്യമായിട്ട് പറയണം. അതുകൊണ്ട് അയാൾക്കൊന്നും എടുക്കാനും പറ്റില്ല, കൊടുക്കാനും പറ്റില്ല. മനസ്സിലാകുന്നുണ്ടോ? 3 വാക്കാണ് പറഞ്ഞത്. നീ എടുക്കുന്നതെല്ലാം അനുവദനീയമാണ്, നീ കൊടുക്കുന്നതെല്ലാം അനുവദനീയമാണ്, തിന്നുന്നതെല്ലാം അനുവദനീയമാണെന്ന് പറഞ്ഞാൽ തിന്നാം, നിനക്ക് ആവശ്യമുള്ളത് തിന്നാം. എടുക്കാൻ പറ്റില്ല, കൊടുക്കാൻ പറ്റില്ല. എന്താ വ്യത്യാസം? വഹിയ, തിന്നുക എന്നുള്ളത് ഹലാലാക്കി കൊടുക്കലാണ്. വഹിയ, ഈ ഹലാലാക്കി കൊടുക്കൽ തസ്സീഹു മജ്ഹൂലിൻ, അളവ് അറിയാത്തതിൻ്റെ കാര്യത്തിലും അനുവദനീയമാണ്. ബിഖിലാഫിൽ അഖ്ദി വല്യത്തായി, എടുക്കലും കൊടുക്കലും അത് എത്രയാണ് എന്നറിയണം, അതിവിടെ പറഞ്ഞിട്ടില്ല. ഇത് മഹാനായ ഇമാം അബ്ബാദി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരാൾ പറഞ്ഞു, എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ നിനക്ക് തന്നു, അല്ലെങ്കിൽ എൻ്റെ സ്വത്ത് മുഴുവൻ ഞാൻ നിനക്ക് തന്നു എന്ന് പറഞ്ഞാൽ സ്വഹിയാകുമോ? സ്വഹിയാകണമെങ്കിൽ മൊത്തം സ്വത്ത് എത്രയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പകുതി എത്ര ഉണ്ട് എന്ന് രണ്ടാളും അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ മജ്ഹൂലായി പറ്റൂല, മഅലൂമായിരിക്കണം. ഷർത്തുണ്ട്. കൊടുക്കാനും എടുക്കാനും ഒക്കെ പറയുന്ന സാധനം എത്രയെന്ന് പ്രത്യേകമായി കൃത്യമാക്കി പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ കൊടുക്കാൻ പറ്റുള്ളൂ, അതറിയണം. വലോഖാൽ, ഒരാൾ പറഞ്ഞു, വഹബത്തുലക ജമീഅ മാലി, എൻ്റെ സ്വത്ത് മുഴുവനും ഞാൻ നിനക്ക് സംഭാവന നൽകി, അല്ലെങ്കിൽ എൻ്റെ സ്വത്തിൻ്റെ പകുതി. സ്വഹത്ത് സഹിയാകും എപ്പോൾ? ഇൻകാനൽ മാലു ഔ നിസ്ഫുഹു, സ്വത്തോ അതിൻ്റെ പകുതിയോ ആണെങ്കിൽ, മാലൂം ലഹുമ രണ്ടാൾക്കും അളവ് അറിയുന്നതാണെങ്കിൽ, ഇല്ല അങ്ങനെയല്ലെങ്കിൽ ഫലാ സ്വഹിയാവൂല. അപ്പോൾ നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് കുറേ കാലമായില്ലേ പഠിക്കാൻ തുടങ്ങിയിട്ട്, എന്നോടുള്ള ഇഷ്ടം കാരണം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണ്, ഉസ്താദ് എൻ്റെ സ്വത്തുനിന്ന് എത്രയും വേണ്ടത് അക്കൗണ്ടിൽ നിന്ന് ഒക്കെ നിങ്ങൾ എടുത്തോളി എന്ന് പറഞ്ഞേ. എനിക്കെടുക്കാൻ പറ്റില്ല, അതെത്രയെന്ന് പറയണം, അല്ലെങ്കിൽ മൊത്തം അക്കൗണ്ടിൽ എത്ര ഉണ്ടെന്ന് അറിയണം. നീ തമാശ പറഞ്ഞാണ്, നീ കാര്യം കരുതിയിട്ട് ആരും അങ്ങനെ പറയല്ലേ, ബുദ്ധിമുട്ടായി പോകും. മനുഷ്യന്മാർ സ്വത്ത് എന്ന് പറഞ്ഞിടത്തൊക്കെ വല്ലാതെ ചാടി വീഴുകയും. ഇനി മറ്റൊരു കാര്യമാണ് പറയുന്നത്. സമയം ഒരുപാട് വൈകൂലേ? അപ്പോൾ ഇതിൻ്റെ ബാക്കി തന്നെ ആയതുകൊണ്ട് അതുകൂടെ പറയാം. എൻ്റെ വീട്ടിലുള്ളതൊക്കെ ഞാൻ ഹലാലാക്കി തന്നു പറഞ്ഞാൽ അബാഹ എന്നാണ് അനുവദിച്ചു തന്നു എന്നല്ലേ. അല്ലെങ്കിൽ എൻ്റെ തെങ്ങുമേലുള്ള മുഴുവൻ തേങ്ങ ഞാൻ നിനക്ക് അനുവദിച്ചു തന്നു എന്ന് പറഞ്ഞാൽ അത് ചാക്ക് കെട്ടിയിട്ട് അങ്ങാടി പോയി കൊണ്ടുപോയി വിൽക്കാനൊന്നും പറ്റില്ല. വിൽക്കാനും ചുമന്നുണ്ടാകാനും വേറെയുള്ള ആൾക്ക് കരിക്ക് വലിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല. നിങ്ങൾക്ക് ഈ തെങ്ങുമേളൊക്കെ നിനക്ക് അനുവദിച്ചു തന്നു എന്ന് പറഞ്ഞാൽ നിനക്ക് തിന്നാൻ ആവശ്യമുള്ളതാണെങ്കിൽ അതിമൊന്ന് വലിക്കാനേ കിട്ടുള്ളൂ, പറിക്കാനേ കിട്ടുള്ളൂ. അത് അപ്പം തെങ്ങുമേലുള്ളത് മാത്രമേ പറ്റുള്ളൂ, മൗജൂദുൽ ആൻ. അല്ലാതെ ഇനി ഉണ്ടാകാൻ പോണേ കലാകാലം ഉണ്ടാകാൻ പോണേ എല്ലാം അതിൽ പെടുന്നില്ല. അതിനൊക്കെ ഒരു പരിധി, ഒരു ഉറഫൊക്കെ ഉണ്ടല്ലോ. അഫിൽ അൻവാർ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു, ലൗഖാല അബഹത്തുലക്ക മാഫി ദാരി, എൻ്റെ വീട്ടിലുള്ളതൊക്കെ ഞാൻ എനിക്ക് അനുവദിച്ചു തന്നു. ഔ മാഫി കർമീ മിനൽ ഐനബി, അല്ലെങ്കിൽ എൻ്റെ മുന്തിരിവള്ളിയിലുള്ള മുഴുവനും മുന്തിരിയും, കർമ്മ എന്ന് പറഞ്ഞാൽ മുന്തിരിവള്ളി, ഐനബ് പറഞ്ഞാൽ മുന്തിരി, ഫലഹു അക്ലുഹു ഭക്ഷിക്കാം, ദൂന വൈഹി വിളിക്കാൻ പറ്റില്ല, വഹംലിഹി ചുമക്കാൻ പറ്റില്ല, ഈ തുആമിഹി ലി ഗൈരിഹി മറ്റൊരാൾക്ക് ഭക്ഷിപ്പിക്കാനും പറ്റില്ല. മാത്രമല്ല തഖ്തസ്റുൽ ഇബാഹത്തു, ആ അനുവദിക്കൽ പരിമിതമാണ്, അലൽ മൗജൂദി ഐ ഇന്ദഹ, ഇത് പറയുന്ന സമയത്ത് ഉള്ളതിൽ, ഫിദ്ദാരി വീട്ടിലോ അവിൽ കർമ്മി മുന്തിരിവള്ളിയിലോ ഇത് പറയുന്ന സമയത്ത് ഉള്ളതിൽ മാത്രം പരിമിതമാണ്. വലോഖാല, ഇനി ഒരാൾ പറഞ്ഞു, അബഹത്തുലക്ക ജമീഅ മാ ഫിദാരി, എൻ്റെ വീട്ടിലുള്ളത് മുഴുവൻ ഞാൻ നിനക്ക് അനുവദിച്ചു തന്നു, അക്കിലം തിന്നാം വസ്തുമാരൻ ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ, പക്ഷേ വലം യാലമിൽ മുബീഹുൽ ജമിയ, ഈ അനുവദിച്ചു കൊടുത്ത ആക്കാൻ അറിഞ്ഞൂടെ വീട്ടിലുള്ളത് മുഴുവനും എങ്കിൽ ലം തഹസുൽ ഇബാഹത്തു, അവിടെ ഇബാഹത്ത് കരസ്ഥമാകുന്നതല്ല. എൻ്റെ വീട്ടിലുള്ളത് തിന്നാനും ഉപയോഗിക്കാനും അനുവദിച്ചു തന്നു എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ ആൾക്ക്, അയാളെ പേരാണല്ലോ മുബീഹ്, അനുവദിച്ചു കൊടുത്ത ആൾക്ക് ആ വീട്ടിൽ എന്തൊക്കെയുള്ളത് എന്നറിയില്ലെങ്കിൽ അയാൾക്കൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം എനിക്കറിയുന്ന കാര്യം നിങ്ങൾക്ക് അനുവദിച്ചു തരാൻ പറ്റുള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്ക് അനുവദനീയമാകുന്നതല്ല. ഇനി ഹിബത്ത് നൽകപ്പെടുന്ന സാധനത്തിൻ്റെ നിബന്ധനയാണ് പറയുന്നത്.
അള്ളാഹു നമുക്കൊക്കെ നാഫിയായ ഇൽമ തരട്ടെ. ഒരു 20 മിനിറ്റ് നിങ്ങൾ ക്ലാസ് കേട്ടു എന്നതിനർത്ഥം ഒരു ഇബാദത്ത് എടുത്തു എന്നാണ്. അള്ളാഹിൻ്റെ വജഹിന് വേണ്ടി ആയിരിക്കട്ടെ നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങളെ വലതുവശത്ത് അതുണ്ടാകും. ഇൽമാണ്, അള്ളാഹു റസൂലും പഠിപ്പിച്ച ഇൽമാണ് നമ്മൾ പഠിക്കുന്നത്. അള്ളാഹു തൗഫീഖ് തരട്ടെ.